നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ചാണ്. ആ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിലേക്കായി അഡ്വക്കേറ്റ് അഭിലാഷ് NGS നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് വസ്തു കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ വസ്തുവുമായി കൈമാറ്റവുമായി പെടുന്ന നിയമങ്ങളെക്കുറിച്ചാണ്. അതിലെ നമ്മൾ പറഞ്ഞു ഒരു വസ്തു വാങ്ങുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ശ്രദ്ധിക്കണമെന്നുള്ളതും അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വിൽക്കുന്നയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്, നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് കൈമാറ്റം ചെയ്യുന്നതും ഒരു അഡ്വാൻസ് എഗ്രിമെൻറ്റ് എങ്ങനെ ഏർപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ഒരുപാട് നിയമങ്ങൾ ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിൽ തന്നെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ചെറിയ കുറച്ച് കാര്യം നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാതെ പോയ കുറച്ച് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വഴിയെക്കുറിച്ച് വെക്കും, പിന്നെ ബാക്കി കാര്യങ്ങളും ഒക്കെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിൽക്കുന്നയാളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടമയായ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണമെന്നും അതുപോലെ ഈസ്മെൻറ്റ് റൈറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യം കൂടെ പ്രധാനമായും പറയാനുള്ളത്, ഈ പറയുന്ന വസ്തുവിൽ റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് RR പ്രൊസീഡിങ്സ് ഉണ്ടോ എന്നുള്ളത് വിൽക്കുന്ന ആൾ വാങ്ങാൻ വരുന്ന ആളുടെ അടുത്ത് വ്യക്തമായി പറയേണ്ടതാണ്. അതുപോലെ ബാങ്കിൽ ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വസ്തു വാങ്ങുന്നയാൾ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ വസ്തു എന്ന് പറയുന്നത് വാങ്ങാൻ, അതായത് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന വസ്തുവാണോ എന്നുള്ളത് നോക്കണം. അതിന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വസ്തു ഗവൺമെൻറ്റിൻ്റെ വസ്തുവായിരിക്കരുത്, പുറമ്പോക്ക് വസ്തുക്കളായിരിക്കരുത്. വ്യക്തമായ ഇപ്പം നമ്മളൊരു വസ്തു കൊണ്ട് കാണിച്ചു സാർ. അപ്പോൾ അതിലേക്കൊരു ചോദ്യം വരുന്നത്, നമുക്ക് വസ്തുവിനെ ഈ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന വസ്തുവും അല്ലാത്ത വസ്തുക്കളും എന്ന് തരംതിരിക്കാൻ കഴിയുന്നതാണ് അല്ലേ? കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത് പ്രമാണവും ടൈറ്റിലും ഒന്നും ശരിയല്ലെങ്കിൽ, പൊസിഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന മൈനറിൻ്റെ വസ്തു കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല, ഡിസേബിൾഡ് പേഴ്സൺ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മൈനറിൻ്റെ വസ്തു കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ എന്നുള്ളതല്ല ഞാൻ അത് പ്രത്യേകം കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ രീതിയിൽ ഒരു വസ്തു കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മൈനറുടെ പേരിലുള്ള ഒരു വസ്തു കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. നിയമപരമായി തന്നെ അതെല്ലാം കംപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അത് കോടതിയിൽ നിന്ന് പ്രത്യേക ഉത്തരവ് വാങ്ങിയിട്ട് ഗാർഡിയനെ വെച്ചിട്ട് മാത്രമേ അത് വസ്തു വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതായത് നിബന്ധന വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ റൈറ്റ് കൂടെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നാളെ അവരുടെ വസ്തുവെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് അവരെ ഇറക്കി വിട്ടാൽ അവർക്ക് വേറെ യാതൊരു നിവൃത്തിയും ഉണ്ടാകത്തില്ല. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അവരും സംരക്ഷിക്കപ്പെടണം. അവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മനുഷ്യ സമ്പത്തിൽപ്പെടുന്ന ഒരാളാണ് എന്നുള്ള ബോധ്യം നമ്മുടെ സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ റൈറ്റ്സും അവർക്ക് ലൈബിലിറ്റി വരാതെയും, ഡിസേബിൾഡ് എന്തെങ്കിലും ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വസ്തുവകൾ ജപ്തി കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഇപ്പം അവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഒരു കാര്യപ്രാപ്തിയില്ല. കാരണം അവർ മൈനർ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളാണ്. അത് ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മാനസിക വൈകല്യമുള്ളവർ. അവർക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല. അതുകൊണ്ട് അവരൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഭാഗമായി ഈ നിയമം ഈ നിയമത്തിൽ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ഒരു അവകാശങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും ഈ നിയമം വഴി നിയമപരമായ ഒരു സംരക്ഷണം കൃത്യമായി അവർക്ക് നിയമപരമായി ഈ നിയമം അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് അത് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു കാണിച്ചു തന്നിട്ട് അതിപ്പോൾ ഫോറസ്റ്റ് ലാൻഡ്, അതായത് വനഭൂമി ആർക്കെങ്കിലും വിൽക്കാൻ പറ്റും. അത് ചിലപ്പം അത് സംഭവിക്കേണ്ട കാര്യം പലപ്പോഴും ഇങ്ങനെ കടന്നു കയറിയൊക്കെ ചില ആൾക്കാരൊക്കെ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കടന്നു കയറി ഭൂമി കൈവശപ്പെടുത്തി അവസാനം അതിന് രേഖകളൊക്കെ ഉണ്ടാക്കി പലർക്കും വിൽക്കുകയൊക്കെ ചെയ്തു, വാങ്ങുകയും ചെയ്തു. അവസാനം ഈ പറയുന്ന ഗവൺമെൻറ് വനഭൂമികൾ കണ്ടുകിട്ടുന്ന ആ ഒരു സംവിധാനം നിലവിൽ വന്ന് കൂടാതെ അവരത് നടപ്പാക്കി
വനഭൂമി പ്രൈവറ്റ് ലാൻഡായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നവരിൽ നിന്ന് കണ്ടുകിട്ടി വനഭൂമിയോട് ചേർക്കാൻ വേണ്ടിയുള്ള പ്രക്രിയ നിയമം വഴി ആരംഭിച്ചപ്പോൾ പലർക്കും ഭൂമി നഷ്ടമായി. ഓക്കെ, അതെ, പലർക്കും ഭൂമി നഷ്ടമായി. യഥാർത്ഥത്തിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമായിരുന്നു മുമ്പ്. പക്ഷേ ആ നിയമം എടുത്തു കളഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരിക്കലും തിരിച്ച് നമുക്ക് ഭൂമി റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭൂമി എല്ലായിടത്തും ഭൂമിയും ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഭൂമിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് മൗലിക അവകാശമായതുകൊണ്ട് ഗവൺമെൻറ്റിന് അതിൽ നിന്ന് പിടിച്ചെടുത്ത് ഒരു റോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനത്തിനോ ഒരു ഗവൺമെൻറ് ഓഫീസ് കെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റ് കെട്ടാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വന്ന് അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് ഈ പറയുന്ന സ്വത്ത് അവകാശ നിയമമൊക്കെ എടുത്തും അത് റിപ്പീൽ ചെയ്ത് കളഞ്ഞു, അതൊക്കെ റദ്ദായി കളഞ്ഞത്. സ്വത്ത് അവകാശ നിയമമാണ് റിപ്പീൽ ചെയ്തത്. അല്ലെ ഇപ്പം ആർക്കും ഒരു വസ്തു ആരുടെയും പേരിലല്ല, ചിലപ്പോൾ ആരുടെയെങ്കിലും പേരിൽ മുമ്പായിരിക്കാം, പക്ഷേ ഇത് കൈവശപ്പെടുത്തി അനുഭവിച്ച് പലരും കൊണ്ടുപോകുന്നു. പക്ഷേ അതിന് യഥാർത്ഥ പ്രമാണമോ കാര്യങ്ങളോ ഒന്നുമില്ല, ആരുടെയും പേരിൽ ടൈറ്റിലില്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ പലപ്പോഴും അത് ഗവൺമെൻറ്റിലേക്ക് കണ്ടുകിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്ന നമുക്കറിയാം, ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹേഴ്സിലോട്ടാണ് ഈ പറയുന്ന വസ്തുവിൻ്റെ പിന്തുടർച്ച അവകാശം വഴി പോകുന്നത്. അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ലിവിങ് പേഴ്സൻ്റെ പേരിൽ മാത്രമേ വസ്തു വിൽക്കാനും വാങ്ങാനും കഴിയുള്ളൂ എന്നുള്ളത്. അപ്പം ഈ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ പറയുന്ന വസ്തു അതിൻ്റെ ലീഗൽ ഹേഴ്സിനെ വിൽക്കാം. അത് അവകാശികൾ എന്ന രീതിയിൽ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി അത് നമ്മൾ പിന്തുടർന്നും നമ്മുടെ അവകാശികളായിട്ട് നമുക്കത് വിൽപ്പന നടത്താം. അത് പ്രത്യേകം അല്ലെങ്കിൽ അത് വിൽക്കണമെങ്കിൽ വിൽക്കുകയോ ചെയ്യാം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും അത് അറിയത്തില്ല. അവകാശികൾക്ക് വിൽക്കാം. അത് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ വസ്തുവിൽ പെടുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ വസ്തുവാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ അവരുടെ വസ്തുവാണെങ്കിൽ ഒരിക്കലും അവർക്കുള്ള വസ്തു ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ വസ്തു ഒരിക്കലും മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയില്ല, മറ്റൊരാൾക്ക് വാങ്ങാൻ കഴിയില്ല. അത് ഗവൺമെൻറ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതൊരു നിയമമാണ്. പക്ഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ വസ്തുവകൾ വാങ്ങാൻ നമുക്ക് മറ്റൊരു പ്രൈവറ്റ് പേഴ്സണ് മറ്റൊരു വ്യക്തിക്ക് വാങ്ങാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് സീലിംഗ് ലാൻഡിൻ്റെ ഉള്ളിൽ വരുന്ന അതിൽ എന്ന് വെച്ചാൽ സീലിംഗ് ലൈനിൽ പെടാത്തൊരു വസ്തുവായിരിക്കണം. കാര്യം നമുക്കൊരു കുടുംബത്തിന് ഇത്ര വസ്തു മാത്രമേ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്ര വസ്തു മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഇരിക്കുന്നത്. അത് വിൽക്കാൻ ശ്രമിക്കണമെങ്കിൽ നമ്മളൊരിക്കലും അത് വാങ്ങാൻ പോകരുത്. അത് വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല. അത് നമ്മുടെ നിയമം തന്നെ അനുശാസിക്കേണ്ട ഒരു വ്യക്തിക്ക് ഇത്ര വസ്തു മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. അത് നമുക്ക് വേറൊരു നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ നിയമം നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാനൊരു ഈ വസ്തുമായി വരുന്ന അതായത് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സീലിംഗ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന അളവ് വരെയുള്ള വസ്തുവെ നമുക്ക് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും അതിനുശേഷമുള്ള ആ വസ്തു ഒരു വിൽപ്പന നടത്താനും സാധിക്കില്ല, അത് വാങ്ങാനും കഴിയില്ല. അത് വാങ്ങിയാൽ അത് അസാധുവായി പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരാളെ വസ്തു നമ്മൾ മറ്റൊരാളെ വസ്തു കാണിച്ചു തന്നിട്ട് യാതൊരു അധികാരവും ഇല്ലാതെ എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരിക്കലും ഒരു എഗ്രിമെൻറ്റിൽ പോയി ഇടപെടാനും പാടില്ല. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, എല്ലാ വസ്തുവും കൈവശാവകാശം ഇദ്ദേഹത്തിന് ഉണ്ടോ, ഈ ഒരു സെല്ലർക്കുണ്ടോ എന്നുള്ളത് ബയ്യർ കൃത്യമായി മനസ്സിലാക്കുക. അതെ, പവർ ഓഫ് അറ്റോർണി അത് അല്ലെങ്കിൽ മുക്തിയാർ വെച്ചിട്ട് നമ്മൾ വിൽക്കുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ വിദേശത്തുള്ള ഒരാൾക്കൊരു വസ്തു വിൽക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നാട്ടിലുള്ള ഒരാളെ പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ മുക്തിയാർ ഏൽപ്പിച്ചുകൊണ്ട് വസ്തു വിൽപ്പന നടത്താനായിട്ട് അതിൻ്റെ സർട്ടൻ കണ്ടീഷൻസ്, ഏത് കണ്ടീഷൻസാണ്
അഭികാമ്യം എന്ന നിലയിൽ ഒരു പവർ ഓഫ് അറ്റോർണി പ്രിപ്പയർ ചെയ്ത് അത് അയാളെ ഏൽപ്പിക്കാം. ഈ വസ്തു വിൽക്കാനുള്ള അധികാരം ഇയാൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ നാട്ടിൽ തന്നെ ഉള്ള വസ്തു, ഇപ്പം ഒരാൾ ഈ നാട്ടിൽ വന്ന് അത് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ പങ്കുചേരാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വസ്തു. അങ്ങനെ വരുമ്പോൾ മറ്റൊരാളെ നമുക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കാം. ഓക്കെ. ആ പവർ ഓഫ് അറ്റോർണി നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള രക്തബന്ധമുള്ള ഒരാളിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രയും റിലേഷൻ ഉണ്ടായിരിക്കണം. ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത വെറും സുഹൃത്തുക്കൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞ് ഒരിക്കലും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഭാര്യയ്ക്ക്, ഭർത്താവിനോ, മക്കൾക്ക്, അങ്ങനെയുള്ളവർക്ക് വളരെ അടുത്ത റിലേഷൻ കാണിക്കണമെങ്കിൽ മാത്രമേ, രക്തബന്ധമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടല്ല, ഈ അതിലുപരി ഞാൻ പറഞ്ഞപ്പം അത് അങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷേ റിലേഷൻ, കൃത്യമായ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം എന്നതാണ്. അതായത് നല്ല നിയറസ്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കാൻ പറ്റുള്ളൂ. അത് രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് കൊടുക്കുക മാത്രമേ അത് രജിസ്റ്റർ ചെയ്ത ശേഷം. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ പവർ ഓഫ് അറ്റോർണി ഇപ്പോൾ ഇന്ന ദിവസം വിൽപ്പന നടക്കുകയാണ് എന്ന് നമ്മൾ നാട്ടിൽ വരികയും നാട്ടിൽ വന്നിട്ട് അഡ്വാൻസ് എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം വൈഫാണ് വിൽക്കുന്നതെങ്കിൽ വൈഫിനോ, മക്കളാണോ മക്കൾക്ക്, അല്ലെങ്കിൽ അനുജനാണെങ്കിൽ അനുജന് പവർ ഓഫ് അറ്റോർണി എഴുതി, നമ്മൾ ഏത് വസ്തു എന്ന് പറയുന്നത് ഏത് SROയുടെ കീഴിലാണ് ആ വസ്തു വരുന്നത് എന്ന് നോക്കിയിട്ട് ആ പറയുന്ന SRO മീൻസ് സബ് രജിസ്റ്റർ ഓഫീസ്, അപ്പോൾ അതായത് രജിസ്ട്രേഷൻ ഓഫീസാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി ഈ പറയുന്ന പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിച്ച് ആരാണോ അദ്ദേഹത്തിൻ്റെ അറ്റോർണിയായിട്ട് നിൽക്കുന്നയാൾ അയാൾക്ക് ഈ വസ്തു വിൽക്കാവുന്നതാണ്. കൂടാതെ വിദേശത്ത് ഉള്ളത് കുറച്ചുകൂടെ ഇതിൻ്റെ നടപടിക്രമം വളരെ കുറച്ചുകൂടെ പാടുള്ളതാണ്. വിദേശത്തുള്ള ഒരാളാണെങ്കിൽ പവർ ഓഫ് അറ്റോർണി അവിടെ ചെയ്തിട്ട് എംബസി വഴി, കാര്യം ഇന്ത്യയുടെ ടെറിട്ടറി, ഇന്ത്യൻ ടെറിട്ടറിയിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇന്ത്യൻ ടെറിട്ടറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എംബസിയും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ പെടുന്നതാണ്. ആ എംബസിയിൽ വെച്ച് ഈ പവർ ഓഫ് അറ്റോർണി ഒപ്പിടുകയും അത് ഹൈ കമ്മീഷണറോ അല്ലെങ്കിൽ അതുപോലെ അംബാസഡറോ അങ്ങനെയൊക്കെയുള്ള ഒഫീഷ്യൽ, അതായത് നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ മുമ്പിൽ വച്ച് മാത്രമേ, അതായത് പ്രധാനപ്പെട്ട ഒഫീഷ്യലിൻ്റെ മുമ്പിൽ വെച്ച് മാത്രമേ ഹൈ കമ്മീഷണറോ അല്ലെങ്കിൽ അംബാസഡർ അങ്ങനെയൊക്കെയുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒപ്പിടുകയും അദ്ദേഹം അത് അറ്റസ്റ്റ് ചെയ്ത് തരികയും ചെയ്യുക വഴി നമുക്ക് ഇവിടെ അത് തിരിച്ച് ഇവിടെ വന്നിട്ട് അഡ്ജുഡിക്കേഷൻ കൊടുക്കണം. കളക്ടറേറ്റിലൊക്കെ അഡ്ജുഡിക്കേഷൻ ചെയ്തതിന് ശേഷം അത് അഡ്ജുഡിക്കേഷൻ ചെയ്യുന്നത് വഴി ആ പറയുന്ന പവർ ഓഫ് അറ്റോർണിക്ക് മുക്തിയാറിന് ഒരു നിയമസാധുത ഉണ്ടാവുകയും അത് വെച്ച് ആരാണോ അറ്റോർണിയായിട്ട് വിദേശത്തിരിക്കുന്ന വ്യക്തി അസൈൻ ചെയ്തിട്ടുണ്ടോ ആ വ്യക്തിക്ക് ഈ വസ്തു, അദ്ദേഹത്തിൻ്റെ വസ്തു വിൽക്കാൻ ഉള്ള അവകാശം, അതായത് വസ്തു വിൽപ്പന കരാറിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിലോ അല്ലെങ്കിൽ മറ്റൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് കൈമാറാൻ പറ്റുന്ന ഒരു അതായത് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ സെയിൽ വഴി ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ, വിൽപ്പന ചെയ്യാൻ ഉള്ള അധികാരം ചുമതലപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്നതാണ് മുക്തിയാർ. ഈ പവർ ഓഫ് അറ്റോർണി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് വളരെ കൃത്യമായി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും സ്ഥലം കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അപ്പോൾ നമ്മൾ പവർ ഓഫ് അറ്റോർണി ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ എംബസി എന്ന് പറയുന്ന ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വെച്ചായിരിക്കണം, അതിൻ്റെ പരിധിക്ക് അകത്ത് വെച്ചായിരിക്കണം ഈ പവർ ഓഫ് അറ്റോർണി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പവർ ഓഫ് അറ്റോർണി എക്സിക്യൂട്ട് ചെയ്യേണ്ട വിധം കൃത്യമായി തന്നെ നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ നിയമത്തിന് വിധേയമായിക്കൊണ്ട് പവർ ഓഫ് അറ്റോർണി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നമുക്ക് നമ്മുടെ സ്ഥല വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം നിയമത്തിലുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ബന്ധപ്പെട്ട കളക്ടറേറ്റ് പറഞ്ഞു അവിടെ നമ്മൾ അഡ്ജുഡിക്കേഷൻ ചെയ്തായിരിക്കണം ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇനി തുടർന്നെന്ന് പറഞ്ഞാൽ അടുത്ത, അതായത് ഇപ്പോൾ നമ്മൾ പവർ ഓഫ് അറ്റോർണി പറഞ്ഞു കഴിഞ്ഞു, ഇനി അതുമായി ബന്ധപ്പെടുന്ന സ്ഥല കൈമാറ്റമായിട്ട് ബന്ധപ്പെടുന്ന ഇപ്പോൾ സ്റ്റാമ്പ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതൊരു മറ്റൊരു നടപടിയാണ്.
നമ്മൾ നമുക്കറിയാം ഈ സബ് രജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ രജിസ്ട്രേഷൻ, ഈ വസ്തു നമ്മൾ ഒരാളെ നിന്ന് വാങ്ങുന്നു, ആ വാങ്ങിയ വസ്തു നമ്മുടേതാണെന്ന് ഉള്ള ഒരു രേഖ നമ്മുടെ കൈവശം വേണം. ആ രേഖ ഗവൺമെൻറ് തരുന്ന രേഖ ആയിരിക്കണം. ആ രേഖ എവിടെ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് അത് ഒബ്റ്റെയിൻ ചെയ്യാം, നേടാം. അതാണ് സബ് രജിസ്റ്റർ ഓഫീസ്. ആ സംവിധാനം വന്നത് രജിസ്ട്രേഷൻ ആക്റ്റാണ്. ആ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ ആ നിയമത്തിൻ്റെ പരിധിയിലാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഓഫീസുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലെയുള്ളത് IG ഓഫ് രജിസ്ട്രാർ, അതായത് ജനറൽ ഇൻസ്പെക്ടർ ഓഫ് രജിസ്ട്രേഷൻ. അദ്ദേഹമാണ് ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ രജിസ്റ്റർ ഓഫീസുകളെയും കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിലവിൽ വന്നത് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രജിസ്ട്രേഷൻ ആക്ട് പ്രധാനമായും അതിനകത്ത് ഉൾക്കൊള്ളുന്നത് എല്ലാ ഡോക്യുമെൻറ്റുകളും, അതായത് വ്യക്തി സംബന്ധമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നിയമമാണ്. അത് സെയിൽ ഡീഡായാലും ശരി, എക്സ്ചേഞ്ച് ഡീഡായാലും, ഞാൻ പറഞ്ഞു എല്ലാ ഏത് ഡീഡും. ഇപ്പം ഈവൻ നമുക്കറിയാം മാരേജ്, ഈ പറയുന്ന സബ് രജിസ്റ്റർ ഓഫീസറെ തന്നെയാണ് മാരേജ് ഓഫീസർ എന്നും പറയുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നമുക്ക് ഒരു മാരേജ് വരെ ചെയ്യാവുന്നതാണ്, ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് നേടാവുന്നതുമാണ്. അപ്പോൾ അത് ഇതിൽ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, എന്നാലും പൊതുവേ ഞാൻ അവരുടെ ഒരു പവർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൻ്റെ ആ ഒരു സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ ഒരു വൈഡ് അല്ലെ ഒരു കപ്പാസിറ്റി, ആ ഒരു സെനേറിയോ ഞാൻ അത് പറയുന്നതേ ഉള്ളൂ. അവർക്ക് അത്രയും എല്ലാം ഇപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡായി, ഇത് പാർട്ണർഷിപ്പ് ഡീഡ് അല്ല, അതും രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലീസ് ഡീഡ്, പിന്നെ എഗ്രിമെൻറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഈ പറയുന്ന രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അല്ലെങ്കിൽ ഈ ആക്ടിനാൽ, ഈ നിയമമാൽ സ്ഥാപിക്കപ്പെട്ട ഈ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ ഈ പറയുന്ന എല്ലാ രജിസ്റ്റർ ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നെ അറിയാം ഏതൊക്കെ, ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ എത്ര വ്യക്തികൾക്ക് അറിയാം ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമില്ലാത്തത്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഈ പറയുന്ന പോലെ വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അത് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ സെയിൽ ഡീഡ്, ഇപ്പം അത് വിലയാധാരം എന്തായാലും രജിസ്റ്റർ ചെയ്തേ സാധിക്കും. അതുപോലെ എക്സ്ചേഞ്ച് ഡീഡ്, പിന്നെ കൂടാതെ ഒട്ടനവധി ലീസ് ഡീഡായാലും ഗിഫ്റ്റ് ഡീഡൊക്കെ പ്രധാനമായും ചെയ്തോളൂ. ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഡീഡ്, ധനനിശ്ചയം എന്ന് പറയും, ധനനിശ്ചയമായാലും നമ്മൾ എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇത് രജിസ്റ്റർ ചെയ്യുന്നിടത്ത് മാത്രമേ അതിന് വാല്യൂ അല്ലെങ്കിൽ നിയമസാധുത വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത് പലർക്കും തിരിച്ചറിവില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു പേപ്പറിൽ നമ്മുടെ എന്താ പറയുക, സ്റ്റാമ്പ് പേപ്പറിലേക്ക് എഴുതി സൈൻ ചെയ്ത് ആയാൽ ഇതിനൊരു വാല്യൂ ഉണ്ട്, നിയമസാധുത ഉണ്ടെന്നാണ് ആൾക്കാരുടെ ശരിക്കും ഒരു വിശ്വാസം. സ്റ്റാമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്റ്റാമ്പ് നിയമങ്ങളെ കുറിച്ചും സ്റ്റാമ്പ് ആക്ടിനെ കുറിച്ച് പറയേണ്ടി വരും. അതും ഒരു പുരാതനമായ നിയമമാണ്. അതായത് സ്റ്റാമ്പ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ് രേഖയെന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഒരു പേപ്പറിൽ എഴുതുന്നാൽ എപ്പോഴും ആവണമെന്നില്ല. അതാത് രീതിയിലുള്ള ഒരു ഗവൺമെൻറ് ഇറക്കുന്ന ഒരു ഗവൺമെൻറ് സ്റ്റാമ്പ് പേപ്പർ, സ്റ്റാമ്പ് ഉണ്ടാവും, സ്റ്റാമ്പ് പേപ്പർ ഉണ്ടാവും. ആ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്, അതിലാണ് നമ്മൾ ഈ പറയുന്ന രേഖകൾ എഴുതി ചേർക്കുകയും പ്രിൻ്റ് അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. അതൊരു തെളിവാണ്. ഇതിൻ്റെ ഈ സെയിൽ ഡീഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇതുമാതിരിയാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത്. അതിൻ്റെതായ വാല്യൂവും കാര്യങ്ങളും ഉള്ളത്. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാല്യൂ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ആയാലും അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആയാലും നമ്മൾ എഴുതുമ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിരിക്കണം. അല്ലാത്ത പക്ഷം അത് ഒരിക്കലും ഒരു വാലിഡ് അല്ല. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു, സ്റ്റാമ്പ് പേപ്പറിൽ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തത്, നിർബന്ധമില്ലാത്തത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. രജിസ്റ്റേർഡ് ബില്ലാണെങ്കിൽ നല്ലതാണ്. കാര്യം പിന്നീട് ഒരു തർക്കം ഉണ്ടാകത്തില്ല.
രജിസ്റ്റർ വില്ല് ഒരാളുടെ ഇപ്പോൾ വില്ലിനെ കുറിച്ചൊന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരമായിരിക്കും ഒരു വില്ല് എഴുതുന്നത്. പക്ഷേ അയാളുടെ മരണശേഷം വേണമെങ്കിൽ ഒരു തർക്കം ഉണ്ടായാൽ അത് പിന്നെ കോടതിയിൽ ഒരു വ്യവഹാരമായി നടക്കാനുള്ള സാധ്യതയുണ്ട്, വർഷങ്ങൾ നടന്നു പോവാം. എന്നാൽ അത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തർക്കത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. തർക്കമുണ്ടാവും, എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ രജിസ്റ്റർ ബില്ലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതെ അതെ തീർച്ചയായിട്ടും. അത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ബില്ല് എഴുതി വെക്കുന്നു. ഇപ്പം പലരും ഒരു വ്യക്തി തന്നെ ഒന്നിലധികം ബില്ല് എഴുതിയെന്ന് വെച്ചോ. പക്ഷേ ബില്ലിൻ്റെ പ്രസക്തി വരണത് ഈ ബില്ല് എഴുതിയ ആൾ എന്ന് മരണപ്പെടും അന്ന് തൊട്ട് മാത്രമേ ഈ ബില്ല് നിയമപരമായി സാധുതയുള്ളൂ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളത്തോളം ഈ ബില്ലിന് യാതൊരു പ്രാധാന്യമില്ല. അത് ഡോർമെൻ്റ് ആയിരിക്കും, ഇങ്ങനെ ഒരു ഉറങ്ങിയ അവസ്ഥയിലെന്ന് വേണമെങ്കിൽ പറയാം. അതിന് യാതൊരു നിയമപരമായ സാധുതയില്ലാത്ത വെറും ഒരു പേപ്പർ കഷ്ണം മാത്രമായിട്ട് എവിടെയെങ്കിലും ഇരിക്കും. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ ബില്ല് പുറത്ത് കൊണ്ടുവരികയാണ്, അതിന് നിയമസാധുത ഉണ്ടാവും. അതിനകത്ത് ആർക്കൊക്കെ വസ്തുക്കൾ പറഞ്ഞിട്ടുണ്ടോ അത് എല്ലാവർക്കും അതനുസരിച്ച് പോക്കുവരവ് അവരവരുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് ആ ബില്ലിനെ ആസ്പദമാക്കിയിട്ട് വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കും, ഭാഗിച്ചെടുക്കാം. പക്ഷേ ബില്ല് അങ്ങനെ പറയുമ്പോൾ ബില്ല് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിർബന്ധമില്ലെങ്കിലും തർക്കമുണ്ടായില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിയമത്തിൽ പറയുന്നത് രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ് ബിൽ എന്നാണ് അത് പറയുന്നത്. ഇറ്റ്സ് വാലിഡ് ആണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ലീസ് ഡീഡ് നോട്ട് എക്സീഡിങ് 1 ഇയർ, അതായത് 1 വർഷം കഴിഞ്ഞ് പോവാതെ ഉള്ള ഒരു കാലത്തേക്ക്, അതായത് ഒരു 11 മാസത്തേക്ക് 11 മാസം വരെ നമുക്കൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വീടോ വാടകയ്ക്ക് കൊടുക്കുന്നതിന് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയാൽ അതിന് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എക്സീഡിങ് 1 ഇയർ, അതായത് 1 വർഷം കഴിഞ്ഞ് ആ പറയുന്ന കാലാവധി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി നീളുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനൊരു നിയമപരമായി ഒരു വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു കാര്യം, ഇപ്പോൾ റെൻ്റ് എഗ്രിമെൻറ്റ് 11 മാസത്തേക്കാണ് ആൾക്കാർ കൊടുക്കുന്നത് സാർ പറഞ്ഞു. അപ്പോൾ ആ ഒരു 11 മാസം വരെയാണെന്നുള്ളത് നമുക്കത് രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത വേറെ ഏതൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം? മറ്റ് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അതൊരു സ്റ്റാമ്പ് നമുക്കറിയാം, ഒരു സെയിൽ ഡീഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം, അത് നിർബന്ധമാണത്. അതിന് നമ്മളിപ്പം പലപ്പോഴും നമുക്കറിയാം, ഈ സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിച്ച് പലരും വെച്ചേക്കും. പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാമ്പ് പേപ്പറിന് എത്രമാത്രം വാലിഡിറ്റി ഉണ്ടെന്നുള്ളത്. സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാലിഡിറ്റി ഒരിക്കലും എക്സ്പയറി ആവുന്നില്ല. പക്ഷേ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നമുക്കറിയാം, അത് റീഫണ്ട് ചെയ്തെടുക്കണം. കളക്ടറേറ്റിലൊക്കെ കൊണ്ടുപോയി നമുക്ക് തിരിച്ചതിൻ്റെ എമൗണ്ട് കമ്മീഷനൊക്കെ പോയിട്ട് റീഫണ്ട് ചെയ്യണം. അതിൻ്റെ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് 6 മാസം. 6 മാസത്തിനുള്ളിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയത് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാങ്ങിയ വാല്യൂ തിരിച്ച് എമൗണ്ടായിട്ട് കിട്ടണമെങ്കിൽ അതിന് 6 മാസ കാലാവധിക്കുള്ളിൽ നമ്മൾ അപേക്ഷിച്ചിരിക്കണം. അത് ഇപ്പം സാധാരണ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെയിൽ ഡീഡ് പലരും അതിൻ്റെ അനുവാദമായിട്ടുള്ള സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിച്ച് എല്ലാം തയ്യാറാക്കി വന്നിട്ട് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരണമെങ്കിൽ അത് ആ പറയുന്ന ഈ സെയിൽ ഡീഡ് നമുക്ക് ആവശ്യമില്ല എന്നൊരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റാമ്പ് പേപ്പർ ആവശ്യമില്ല എന്നൊരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീഫണ്ട് ചെയ്തെടുക്കാൻ, ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്തെടുക്കാൻ 6 മാസമാണ് അതിൻ്റെ കാലാവധി. അത് നിയമം പറയുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട, ഒരു വാങ്ങുന്ന ആൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുഴപ്പങ്ങളിൽ നിന്ന് ചാടുന്നതിനൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മറ്റൊരു കാര്യവും കൂടെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ സെയിൽ ഡീഡിൽ ഒരു തെറ്റ് വന്നു, നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ മറച്ചു വെച്ച് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും സെയിൽ ഡീഡിൽ ഒരു തെറ്റ് വന്നു ചെയ്ത്, ഇപ്പോൾ തണ്ടപ്പേരിനെ മാറി അല്ലെങ്കിൽ സർവേ നമ്പർ മാറിപ്പോയി, നമ്മൾ എല്ലാം രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞു, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇതിനകത്ത് ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കറക്ഷൻ ഡീഡ് തയ്യാറാക്കാതാണ്. തിരുത്താധാരം എന്ന് പറയും. ആ ആധാരം മുഖേന വന്ന ആ ഒരു തെറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തിട്ട് തിരുത്തി അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്
എഴുതി നമുക്കൊരു ആധാരം പതിക്കാവുന്നതാണ്. അതിനാണ് തിരുത്താധാരം എന്ന് പറയുന്നത്. കറക്ഷൻ ഡീഡ് എന്നും ഇംഗ്ലീഷിൽ പറയും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഏറെക്കുറെ വസ്തു കൈമാറ്റ നിയമങ്ങളും കൈമാറ്റ നിയമങ്ങളും എങ്ങനെ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഏതാണ്ട് നമ്മൾ പിന്നെ ഈ വസ്തുവിൻ്റെ ഏതൊക്കെ വസ്തു വാങ്ങാൻ പാടില്ല എന്നുള്ള ഏറെക്കുറെ ഡീഡുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് അത്രത്തോളം അത്യാവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്യാൻ ജനറലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ബസ് വാങ്ങാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ അതെ പറയാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു നിയമവുമായി അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.